ഷമാമ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണെന്ന്. അപ്പോൾ ഷമാമ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൊണ്ടു. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഷമാമ എടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല, ഇതിൽ പകുതി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്തുള്ള വിത്തൊന്ന് മാറ്റി കൊടുക്കാം. ഒരു ടീസ്പൂൺ കൊണ്ട് ഷമാമിൻ്റെ പൾപ്പെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 1-2 ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ഇരുന്നോട്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്കസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അവിടെ മാറ്റി വെക്കാം. അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് പൊങ്ങിക്കിട്ടും. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് ജൗവരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം. പെട്ടെന്ന് വേവാനാണ് കുതിർത്ത് വെക്കുന്നത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചവ്വരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജവ്വരി ഇട്ട് കൊടുക്കാം. ജവ്വരിയൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലാണ്. പാല് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അതല്ലെങ്കിൽ കട്ട പിടിക്കും. ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ഷമാം ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കുടിക്കുന്നത്. തണുപ്പ് വേണ്ടാന്നുള്ളവർക്ക് അതങ്ങനെ കുടിക്കാവുന്നതാണ്. തണുപ്പിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. ഷമാമ ജ്യൂസ് അടിച്ച ഉടനെ കുടിച്ചിട്ടില്ലെങ്കിൽ കയ്പുണ്ടാവും എന്ന് പറയുന്നേക്കാം. ഞാനത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുടിച്ചിരുന്നത്. അപ്പോൾ കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്